നീ നല്ല ചെറുപ്പക്കാരനാണ്, നിന്നേക്കാൾ നല്ല ചെറുപ്പക്കാരനില്ല. പക്ഷേ രണ്ട് കാര്യങ്ങൾ നീ ശ്രദ്ധിക്കണേ. നെരിയാണിക്ക് താഴോട്ടുള്ള വസ്ത്രവിധാനമൊന്ന് ഗൗനിക്കണേ, താഴെ പോകാതെ നീ ശ്രദ്ധിക്കണേ. നബിയുനാ റസൂലുള്ളാഹി. രണ്ടാമതായി നബി തങ്ങൾ പറഞ്ഞത് നിന്റെ മുടിയുടെ നീട്ടമാണ്, അതൊന്ന് നീ ഒന്ന് കുറയ്ക്കണേ, ഇസ്ലാമികമാക്കണേ, ശ്രദ്ധിക്കണേ എന്നും അല്ലാഹുവിന്റെ റസൂലിന്റെ വചനമാണ്. സ്ത്രീകൾ വളർത്തുന്ന പോലെ ഇങ്ങനെ മുടി നീട്ടി വളർത്തിക്കൊണ്ട് നടക്കുക. ഇന്നും ചില ചെറുപ്പക്കാര് ഫാഷനാക്കുന്നുണ്ട്. അവരോട് നമുക്ക് പറയാനുള്ളതാണ്, നിങ്ങളെക്കാൾ നല്ല മനുഷ്യന്മാരാരുള്ളത്. നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നോക്കൂ, നിങ്ങൾ ദഅവത്തിന്റെ രീതിയാണ് ഉദ്ഉ ഇലാ റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസന. ദീനിലേക്ക് ക്ഷണിക്കേണ്ടത് എങ്ങനെയാണ്? ആളുകളെ പ്രയാസപ്പെടുത്തിയിട്ടല്ല, അവർക്ക് നല്ല ഹിക്മത്തിലൂടെ പരിപൂർണമായി അവരെ നല്ലതുപോലെ ഒന്ന് ചേർത്ത് പിടിച്ച് അവരെ മാറ്റി നിർത്തല്ല. കള്ളുകുടിക്കുന്ന ഒരു കുട്ടിയെ കണ്ടു, വ്യഭിചരിക്കുന്നതാകുന്ന ഒരു മനുഷ്യനെ കണ്ടു, അവനെ മാറ്റി നിർത്തിയിട്ട് ചീത്ത വിളിച്ച് ഇവൻ നമ്മളിൽ പെട്ടവനല്ല എന്ന് പറഞ്ഞ് പടിയടച്ച് പിണ്ടം വെക്കലല്ല, ചാവിട്ടി എറിഞ്ഞ് അവനെ വാതിലടച്ച് ഒഴിവാക്കലല്ല, മറിച്ച് അവനെ മാറ്റിയെടുക്കാനുള്ള മാർഗങ്ങൾ ഇന്ന് ധാരാളമുണ്ട്. ലഹരി നുണയുന്നവനെ ആദ്യം ഉപദേശിക്കുക, നമ്മുടെ കയ്യിൽ നിൽക്കുന്നില്ല, അത്തരത്തിലുള്ള ഒരു രീതിയിലേക്ക് മാറിയെങ്കിൽ അവരെ പ്രത്യേകം ക്ലാസ് കൊടുക്കുന്ന കൗൺസിലിങ്ങിനെ പറ്റിയ ആളുകളുണ്ട്, അവരെ ഏൽപ്പിക്കുക. അതിനും പറ്റുന്നില്ലെങ്കിൽ ഡി അഡിക്ഷൻ സെന്ററുകൾ കൊണ്ടുപോവുക. ഓരോ ജില്ലകളിലും ഉണ്ടല്ലോ ഡി അഡിക്ഷൻ സെന്ററുകൾ. അങ്ങനെയുള്ള സെന്ററുകൾ കൊണ്ടുപോയിട്ട് അവരെ മാറ്റം വരുത്താൻ വേണ്ടി പരിശ്രമിക്കുക. ഇതൊന്നും ചെയ്യാതെ ആദ്യം തന്നെ എന്റെ വീട്ടിലോട്ട് കയറണ്ട എന്ന് പറഞ്ഞിട്ട് അടയ്ക്കാനല്ല വേണ്ടത്. നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിക്മത്തിന്റെ പ്രയോഗം ആ മനുഷ്യനെ അവഹേളിക്കല്ല, ആ ചെറുപ്പക്കാരനെ പുകഴ്ത്തി ഒരു പോസിറ്റീവ് സ്ട്രോക്ക് കൊടുത്തു. നല്ല ചെറുപ്പക്കാരൻ, നല്ല പയ്യൻ. പക്ഷെ രണ്ട് കാര്യം ശ്രദ്ധിച്ചാൽ മതി. ആ മുടിയുടെ നീട്ടം ഒന്ന് കുറച്ചാല്, ഒരു നെരിയാണിക്ക് താഴോട്ടൊന്ന് പോകുന്ന വസ്ത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ അവനേക്കാൾ നല്ല മനുഷ്യൻ ഇവിടെ ഉലകത്തിലില്ല. ഇത് പറഞ്ഞപ്പോ എന്താ ഇതെന്നറിയോ? ഹദീസിലുണ്ട്, വേഗം തന്നെ വിട്ട് കത്തിയെടുത്തു, എന്നിട്ടോ രണ്ട് ചെവിക്കുറ്റിക്ക് കണക്കാക്കിയിട്ട് അതിന്റെ താഴോട്ട് വരാതെ മുടി അങ്ങോട്ട് മുറിച്ചിട്ടു, പരിപൂർണമായി ഒഴിവാക്കി. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് രണ്ടാമത്തത് നെരിയാണിക്ക് താഴോട്ടുള്ള വസ്ത്രം അതങ്ങോട്ട് കയറ്റിയെടുത്തു. കഴിഞ്ഞു. ഇപ്പൊ നാട്ടിലെ ഏറ്റവും നല്ല മാന്യനായല്ലോ, നബി പറഞ്ഞ കോലത്തിലായി. അപ്പൊ അത് ഹിക്മത്ത് അനുസരിച്ചുകൊണ്ട് പ്രവർത്തിച്ചത് കൊണ്ടുമാണ്. നമുക്ക് ഈ ഹിക്മത്തില്ല. ഇന്ന് മക്കളിൽ എന്തെങ്കിലും ഒരു തെറ്റ് കണ്ടാൽ അത് പർവ്വതീകരിക്കുന്നത് മാതാപിതാക്കൾ തന്നെയാണ്. നാട്ടുകാരെ മുഴുവൻ അറിയിക്കും. ആദ്യം വീട്ടിലൊരു ഒച്ചപ്പാട്, പിന്നെ അയൽവക്കക്കാർ മൊത്തം അറിയാണ് അതോടുകൂടി. അപ്പൊ ആരെങ്കിലും അയൽവക്കത്തുള്ളവരിങ്ങനെ ജനല് തുറന്നിട്ട് എന്താ 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 മൈമൂനാന്നങ്ങനെ ചോദിച്ചാൽ തീർന്നു. പിന്നെ അവരോട് മൊത്തത്തിലുള്ള കഥ അറിഞ്ഞില്ലേ? അവൾ ഇന്നലെ പോയിട്ട് അപ്പുറത്ത് പോയി വേറൊരുത്തനുമായിട്ട് കാറിലൊക്കെ കറങ്ങിയിട്ടൊക്കെ വന്നിരിക്കാൻ. അപ്പൊ തന്നെ അവള് ദുനിയാവ് മുഴുവൻ പിന്നെ പോസ്റ്റർ ഒട്ടിച്ചു കഴിഞ്ഞു. പോസ്റ്ററിന് വേറെ എവിടെയും പോകണ്ട, വല്ല വാൾ പോസ്റ്റർ ഒട്ടിക്കല. നാട്ടിൽ മുഴുവൻ ഒട്ടിച്ചു. നാട്ടിൽ മുഴുവൻ കറങ്ങി വന്ന ഒരു ചെറുപ്പക്കാരനായിട്ട് കറങ്ങി വന്നെന്നാ പറഞ്ഞ, അറിഞ്ഞില്ലേന്ന് ചോദിക്കും. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. പ്രത്യേകിച്ച് രഹസ്യങ്ങൾ ചിലര് പങ്കുവെക്കും. വൈകുന്നേരം അസറാവുമ്പോഴത്തേക്കും അപ്പുറത്തെ ഭിത്തിയിലോട്ട് ചാറി നിന്നിട്ട് ആരോടും പറയണ്ട നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നെന്ന് പറഞ്ഞു. അപ്പൊ അവരും അതേപോലെ തന്നെ 10 പേരോട് ഇതേ റിവായത്ത് തന്നെ, ആരോടും പറയണ്ട ഇവിടെ ഇങ്ങനെ നടന്നിട്ടുണ്ടായിരുന്നു, ഇങ്ങനെയാ പോവാ. രഹസ്യം വലിയ പാടാണ്, ആളുകളുടെ മനസ്സിൽ നിൽക്കൂല. അത് ആണുങ്ങളുടെ മനസ്സിലും പലപ്പോഴും നിൽക്കൂല, സ്ത്രീകളുടെ പ്രത്യേകിച്ചും ആണുങ്ങളുടെ മനസ്സിൽ നിൽക്കൂല. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രഹസ്യ സൂക്ഷിപ്പുകാരനായി കണ്ടെത്തിയത് മഹാനാകുന്ന ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹു അൻഹുവിനെയാണ്. എത്രയോ സഹാബത്തുണ്ട് നബികളുടെ സതീർത്ഥരായ. പക്ഷെ പല രഹസ്യങ്ങളും, പല ആളുകളെ കുറിച്ചുള്ള രഹസ്യങ്ങൾ, അയാൾ മുനാഫിഖാണ്, ഇയാൾ യഥാർത്ഥ സാലിഹാണ്, അയാൾ മുനാഫിഖാണ്, കപടവിശ്വാസിയാണ്, ഇയാൾ യഥാർത്ഥ മുഅ്മിനാണ്. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ് യഥാർത്ഥ മുസ്ലിം, ആരാണ് യഥാർത്ഥ മുനാഫിഖ്, തന്നോടൊപ്പം കൂടിയിട്ട് ദീനിൻ്റെതാകുന്ന കാര്യങ്ങൾ മാത്രം നേടിയെടുക്കാൻ, അവകാശങ്ങൾ നേടിയെടുക്കാൻ, യുദ്ധാനന്തര മുതലുകൾ കൈപ്പറ്റാൻ വേണ്ടി മാത്രം നമ്മളോടൊപ്പം കൂടിയിട്ടുള്ള കപടവിശ്വാസികൾ നബി തങ്ങൾ നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞിരുന്നു. നബി അറിയുമല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അതൊക്കെ കൃത്യമായി പറഞ്ഞു കൊടുത്തു. ആർക്ക്? ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹു അൻഹു.